സർ നമസ്കാരം. നമസ്കാരം. സർ, ഈ മോറൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കേസുകൾ ഈ അടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അവഹേളനങ്ങൾ, കാര്യങ്ങളൊക്കെ. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പരിധിക്കപ്പുറത്തേക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ഇപ്പോൾ കറന്റ്ലി നിൽക്കുന്ന ഒരു വിഷയം ദയാ സുജിത്ത് എന്ന് പറയുന്ന മഞ്ജു പിള്ളയുടെ മകളോട് ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനെതിരെ ഇപ്പൊ ഒരു വ്ളോഗേഴ്സ് മുൻകൈ എടുത്തുകൊണ്ട് അവര് പോലീസിൽ പരാതിപ്പെട്ടു എന്നറിയാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ നിയമവശങ്ങൾ എന്താണ് സർ? ആ ബ്ലോഗർ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും ന്യായീകരിക്കാനായിട്ട് പറ്റത്തില്ല. ഇതിന്റെ നിയമവശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലോഗർ IC ആക്ടിന്റെ 67 ട്രാൻസ്മിഷൻ ഓഫ് ഒബ്സ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം, അത് അനുസരിച്ചുള്ള ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ആദ്യത്തെ ഒഫൻസ് ആണെങ്കിൽ, കൺവിക്ഷൻ ആണെങ്കിൽ 3 വർഷവും 5 ലക്ഷം രൂപയാണ് ഫൈൻ. രണ്ടാമതാണെങ്കിൽ സബ്സിക്വന്റ് ആയിട്ട് കൺവിക്ഷൻ വന്നാൽ 5 വർഷവും 10 ലക്ഷം രൂപയും ഫൈൻ വരും. അത് കൂടാണ്ട് 119 സബ്സെക്ഷൻ 1 ഓഫ് ദി KP ആക്ട്, അത് ആക്ട്സ് ഡീഗ്രേഡിംഗ് എ വുമൺ. പിന്നെ 120 KP ആക്ട് നോയ്സൻസ് ആണ്. പിന്നീട് അവർ കാണിച്ചിട്ടുള്ളത് 79 BNS വരും, വേർഡ് ജസ്റ്റർ ഓർ ആക്ട് intended to outrage the modesty of a woman. പിന്നെ ഏറ്റവും പ്രധാനം 351(3) വരും. 351(3) എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ മോറൽ സൈഡിൽ അവർക്ക് എന്താ പറയുക, അവരുടെ ആ മോറൽ സൈഡ് മോശമാണ് എന്ന് ഉള്ള ഒരു ഇംപ്യൂട്ടേഷൻ നടത്തിയാലും നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ മാത്രമല്ല 351(3) ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ വരുന്നത്. ഒരു പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ മാത്രമല്ല, ത്രട്ടൻ ചെയ്താൽ മാത്രമല്ല, ഒരു സ്ത്രീയെ ആ സ്ത്രീയുടെ എന്താ പറയുക മോറൽ സൈഡ് മോശമാണെന്ന് ഇംപ്യൂട്ട് ചെയ്ത് വാചകങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഇതിനകത്തുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ബസ്സിലൊക്കെ കയറി ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണെന്നുള്ളൊക്കെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 351(3) വരും. 351(3) എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടൂല, 10 വർഷമാണ് അതിന്റെ ശിക്ഷ വരുന്നത്. അത് കൂടാണ്ട് ഇവര് ആൺകുട്ടികൾ ഇവരെ കയറി പിടിച്ചോളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അതേ അബറ്റ്മെന്റ് ആണ്, 45 വരും. 45 അബറ്റ്മെന്റ് വളരെ സീരിയസ് ആണ്. ഒരു അബറ്റ്മെന്റ് നമ്മൾ നടത്തിയാൽ ആ അബറ്റ്മെന്റിന്റെ ആ പ്രേരണയാൽ ഒരാൾ ആ കുറ്റകൃത്യം ചെയ്താൽ നമ്മൾ ആ കുറ്റകൃത്യത്തിന് നമുക്ക് കൂടെ കൂട്ടുത്തരവാദിത്വം വന്ന് അതിന് കിട്ടേണ്ട പണിഷ്മെന്റ് നമുക്ക് കിട്ടും. അതേസമയം 45 അബറ്റ്മെന്റ് വന്നിട്ട് ആ കുറ്റകൃത്യം ആരും ചെയ്തില്ല, പുരുഷന്മാരാരും ഈ പെൺകുട്ടിയെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും BNS 56 അബറ്റ്മെന്റ് ഓഫ് ഒഫൻസ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് അട്രാക്റ്റഡ് ആണ്. അതായത് ഇവരെന്ത് ചെയ്യാൻ പറഞ്ഞു ആ കുറ്റത്തിന് എത്രയാണ് ശിക്ഷ, ആ ശിക്ഷയുടെ 1/4 BNS 56 അനുസരിച്ചിട്ട് ഇവർക്ക് കിട്ടും. കാരണം നിങ്ങൾ ഒരാളെ അടുത്തൊരു കുറ്റകൃത്യം ചെയ്യാൻ അബറ്റ്മെന്റ് 45 അതായത് ഞാൻ ആ ആളെ അബറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഐ ഹാവ് ഡൺ ദ ക്രൈം ഓഫ് അബറ്റ്മെന്റ്. അതിന് അയാൾ ചെയ്താൽ ആ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ എനിക്കും കൂടെ കിട്ടും. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കുറ്റത്തിന് എന്തായിരുന്നു ശിക്ഷ കിട്ടുന്നത്, ഞാൻ ഏത് കുറ്റത്തിനെ പ്രേരിപ്പിച്ചു ആ കുറ്റത്തിന് എന്തായിരുന്നു ശിക്ഷ കിട്ടുക, ആ ശിക്ഷയുടെ 1/4 എനിക്ക് കിട്ടും. അതാണ് സെക്ഷൻ 56 BNS. അപ്പൊ ഇവര് വളരെ ഗൗരവമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ അവര് അറിഞ്ഞോ അറിയാതെയോ, അവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ഒരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നുന്നില്ല, അറിയാതെ അവർ ചെയ്തിട്ടുണ്ട്.
അവർ സ്വയമേ ധാർമ്മിക രോക്ഷമാണ്. അവർ പിന്നീട് ഒരു വീഡിയോ ചെയ്തതിൽ വളരെ മര്യാദയ്ക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ മകളെ പോലെ കണ്ട് ഞാൻ ശാസിച്ചതാണെന്നൊക്കെ. അങ്ങനെയല്ല ശാസിക്കാനുള്ളത്. അങ്ങനെ ചിലര് ഇങ്ങനെയൊക്കെ ശാസിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ ശാസിക്കുന്നത് നിയമപരമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സാർ, ഇതൊരു റേപ്പിന് ആഹ്വാനം കൊടുക്കുന്ന രീതിയിലേക്കാണ് ഈ കുട്ടി എന്തിനും റെഡിയാണ് എന്ന് അവർ പറഞ്ഞു വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. ഒന്ന് അബറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ. രണ്ടാമത്തെ കാര്യം അത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ആണ്. ഇംപ്യൂട്ടേഷൻ ഓഫ് അൺചാസ്റ്റിറ്റി ടു എ വുമൺ ആണ്. അത് ഭയങ്കര ഗൗരവമാണ്. 351(3) തന്നെ ചാർജ് ചെയ്യേണ്ടി വരും. അത് 10 വർഷമാണ്. ഓക്കെ. ഇപ്പൊ ഇവര് തന്നെ പരാതിയായിട്ട് പോകണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇപ്പൊ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബർ വ്ളോഗേഴ്സ് ആണ് ഇപ്പൊ ഇത് മുൻകൈ എടുത്ത് ഒരു ആഹ്വാനം തുടങ്ങിയിരിക്കുന്നത്. ഇവർക്കെതിരെ പരാതി ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന ദയാ സുജിത്തോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ അച്ഛനോ ആരും തന്നെ പരാതിയായിട്ട് പോയതായിട്ട് നമുക്ക് അറിവില്ല. അപ്പൊ അവര് തന്നെ കൊടുക്കണം എന്നുണ്ടോ? ഇത് ആ വ്ളോഗേഴ്സിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവർക്കും ഇതിന് ഒരു ബ്ലോഗേഴ്സിന്റെ ഭാഗം എന്നല്ല, ഒരു ക്രൈം കോഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിൽ ആർക്കും അത് റിപ്പോർട്ട് ചെയ്യും. ഇപ്പം എന്റെയോ ഐശ്വര്യയുടെ ശ്രദ്ധയിൽ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഒരാൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ് റെസ്പോൺസിബിൾ സിറ്റിസൺസ് നമ്മളത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇപ്പൊ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെങ്കിൽ പോലും പോലീസിന് സ്വമേധയാ കേസ് എടുക്കാനും പറ്റും. ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാൻ പറ്റുമല്ലേ? അപ്പോ കേസെടുക്കാൻ നോക്കും. ഇത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഇത് സൈബർ പോലീസിനല്ല, എല്ലാത്ത പോലീസിനെ കേസെടുക്കാനും. ഓക്കെ സാർ. ഇതിപ്പോ ഇവര് ഒരുപാട് ഇപ്പൊ ഈ ഒരു ഷഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർ പറഞ്ഞതിന് താഴെയും വന്നിട്ട് ഈ വസ്ത്ര സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് ഒരുപാട് പേരുടെ ഒരു മൈൻഡ് സെറ്റ് കൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിൽ ഒരുപാട് പേര് വന്നിട്ട് ന്യായീകരിക്കുന്നുമുണ്ട്. ഷഫീന ബീബി പറഞ്ഞത് ശരിയാണ് എന്നുള്ള തരത്തിലും. അത് ആ ന്യായീകരിക്കുന്നതെല്ലാം സഭ്യമായ ഭാഷയിലാണെങ്കിൽ കുഴപ്പമില്ല. അത് അസഭ്യ ഭാഷ ഉപയോഗിച്ചാൽ അവർക്കൊക്കെ ഇതിനെ സമാന്തര കുറ്റത്തിന് കേസെടുക്കുക വകുപ്പുകൾ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളും മറ്റുള്ളവരെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ നമ്മൾ വളരെ കരുതലോടുകൂടി ചെയ്യണം. ഒരു മാന്യതയുടെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്താൽ അത് തീർച്ചയായിട്ടും ശിക്ഷാർഹമാണ്. അത് പലർക്കും അറിയില്ല. ജനങ്ങൾക്ക് എതിരെ എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾ പലരും വിഷമിക്കാറ്. പോലീസിന്റെ അടുത്ത് ചെന്നാൽ ഇത് ഡിഫമേഷൻ ആണ്, അതൊക്കെ നോൺ കോഗ്നൈസബിൾ ആണ്, നിങ്ങൾ കോടതിയിൽ പോകൂ എന്ന്. ഇതിന്റെ കൂടെ ഡിഫമേഷനും ചാർജ് ചെയ്യാം 356 BNS. കാരണം 356 BNS നോൺ കോഗ്നൈസബിൾ ആണെങ്കിലും ഇത്രയും കോഗ്നൈസബിൾ ഒഫൻസസിന്റെ കൂടെ ഒരു നോൺ കോഗ്നൈസബിൾ സെക്ഷനും കൂടെ ആഡ് ചെയ്യാമെന്ന് സുപ്രീം കോടതിയുടെ വിധിയായിട്ട്. അപ്പൊ ഇവര് പലർക്കും പറ്റുന്ന പോലീസ് അങ്ങ് അവര് കൈ വിടും, നിങ്ങൾ കോടതിയിൽ പോകും, ഇത് ക്രിമിനൽ. പക്ഷെ ഈ സെക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ പോലീസിന്റെ കേസ് ചാർജ് ചെയ്യേണ്ടി വരും. കാരണം പോലീസിന്റെ ഡ്യൂട്ടിയാണ് കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ കേസ് ചാർജ്. അപ്പോൾ ഞാന് ഈ ലേഡിക്കെതിരെ കേസ് ചാർജ് ചെയ്യണമെന്ന് പറയുന്നതല്ല. പക്ഷെ ഇവര് ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. അത് ഇവർ മാത്രമല്ല, വേറെ യൂട്യൂബേഴ്സും ഇതുപോലത്തെ കുറ്റങ്ങൾ ചെയ്യാറുണ്ട്. അവരെല്ലാവരും അറിഞ്ഞിരിക്കണം. ആരും ഒന്നാമത്തെ സംസ്കാരമുള്ള ആരും ഒരു പെൺകുട്ടി എന്ത് ചെയ്താലും ആ കുട്ടിയെക്കുറിച്ച് ഈ ഭാഷയൊന്നും പരസ്യമായിട്ടോ അല്ലെങ്കിൽ ആ കുട്ടിയെ മാതൃവാത്സല്യത്തെ താക്കീത് ചെയ്യാനാണെങ്കിലോ നമ്മുടെ മുറിയിൽ വിളിച്ചിട്ട് പറയുമ്പോഴും ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെയല്ല പറയാം. അവര് പറയുന്നത് ഞാനൊരു മുത്തച്ഛയാണെന്നാണ് പറയുന്നത്. ആരാണെന്നുണ്ടെങ്കിലും പറയുന്നതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന ഭാഷ, ആ കുട്ടിയുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗര എന്ന നിലയ്ക്ക് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അത് ചിലപ്പോൾ എനിക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം. എങ്കിൽ ഞാൻ കണ്ണടച്ച് മുഖം തിരിഞ്ഞിരുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യം. എനിക്ക് അവരുടെ പ്രൈവസിയിലോ അല്ലെങ്കിൽ അവർ പബ്ലിക്കായിട്ട് വേണം അങ്ങനെ നിന്നാലോ അവരുടെ സ്വാതന്ത്ര്യത്തെ
എനിക്ക് അതിലേക്ക് കൈകടത്തി അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വേഷം ധരിക്കുന്നതെന്ന് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഒബ്സീനായിട്ടുള്ള ഫ്ലാഷിങ്, അതായത് ശരീരഭാഗങ്ങൾ മനഃപൂർവ്വം പ്രൈവറ്റ് പാർട്സ് ഒക്കെ പബ്ലിക്കായിട്ട് കാണിക്കുന്നതിനാണ് ഫ്ലാഷിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം നമുക്കത് ഡിസപ്രൂവ് ചെയ്യാം, നമുക്ക് പറയാം ഇത് ശരിയല്ല, ഈ സമൂഹത്തിൽ ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇതൊക്കെ തിരുത്തേണ്ടതാണെന്നൊക്കെ നമുക്ക് മാന്യമായ ഭാഷയിൽ പറയാം. പക്ഷെ നമ്മൾ കയറി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് അതിനുള്ള അധികാരമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട്, അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് മാധ്യമ ഫ്രീഡത്തിനെ ഒന്ന് കേർബ് ചെയ്യാനൊന്നും ഒരു മിനിറ്റിനപ്പുറം ഒന്നും പറ്റുകയൊന്നുമില്ല. പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷ്യം മാന്യമല്ല എന്നുണ്ടെങ്കിൽ ശ്രീമതി ശശീല ബീബി ഉപയോഗിച്ച രീതിയിലുള്ള ആ വീഡിയോയിൽ ഉപയോഗിച്ച രീതിയിലുള്ള ഭാഷകളാണെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ ഒഫൻസസ് ഒക്കെ അട്രാക്ട് ചെയ്യും. ഇനി ഇത് കൂടുതൽ ഒഫൻസസ് ഉണ്ടോ എന്ന് നോക്കിയാൽ, ഞാനിത് ഓഫ് ഹാൻഡായിട്ട് പറഞ്ഞതാണ്, നോക്കിയാൽ വേറെ ഒഫൻസസ് ഉണ്ടോ എന്നാണ്. ഇതൊക്കെ വെച്ചിട്ട് കേസിന് പോയാൽ അവർ തീർച്ചയായിട്ടും അവർക്ക് ജാമ്യം കിട്ടില്ല. 351(3) ഞാൻ അടിവരയിട്ട് പറയുന്നു, 10 വർഷമാണ് അതിന്റെ ശിക്ഷ. 351(3) ചാർത്തി ഒരു FIR വന്നാൽ ഷഫീന ബീവിയെ റിമാൻഡ് ചെയ്യേണ്ടി വരും. ഷഫീന ബീവിയെ മാത്രമല്ല, ആ രീതിയിൽ ആ കുറ്റകൃത്യം ചെയ്ത് സ്ത്രീകളുടെ മോറൽ സൈഡിനെ കുറിച്ച് നീ അങ്ങനെ നടന്നവളല്ലേ, ഇങ്ങനെ നടന്നവളല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ സംസാരിച്ചാൽ അതിനകത്ത് 351(3) അട്രാക്റ്റഡ് ആകും, ജാമ്യം കിട്ടത്തില്ല. പിന്നെ ഇത് ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് ആണ്. ഈ യൂട്യൂബേഴ്സ് പലപ്പോഴും മനസ്സിലാക്കാത്തത്, അവര് വന്ന് കാണിക്കുന്ന ഇതുപോലത്തെ പല യൂട്യൂബേഴ്സും ഉണ്ട്, അവരുടെ ഭാഷ്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അവര് വന്ന് കാണിക്കുന്ന കാര്യങ്ങൾ, അവര് സംസാരിക്കുന്ന ഭാഷകൾ, അത് അവര് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അവര് ജയിലിൽ പോകും. അവർക്ക് അതിന്റെ ഭവിഷ്യത്ത് അറിയില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ. തീർച്ചയായിട്ടും സാർ, ഇവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ കുട്ടി ചെയ്യുന്നത് ഫാഷൻ പ്രൊമോഷൻ അല്ല, അവർ പച്ചയ്ക്ക് തന്നെ വേർഡ് പറയുന്നു വ്യഭിചാരമാണ് എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യൻ നിയമപ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു കുറ്റം ആ കുട്ടി ചെയ്തു എന്ന് കൂടി ഇവർ പറഞ്ഞു വെക്കുകയാണല്ലോ ഇവിടെ. ഇന്ത്യൻ നിയമപ്രകാരം അങ്ങനെ ഒരു കുറ്റം നിരോധിക്കപ്പെട്ടിട്ടില്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. വ്യഭിചാരം, പ്രോസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് എൻ ഒഫൻസ് അണ്ടർ എനി ഇന്ത്യൻ. ആര് പറഞ്ഞു പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു ഒഫൻസ് ആണെന്ന്? പ്രോസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ഒരു ഒഫൻസ് അല്ല. ഒരാൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞ് അയാളെ നമുക്ക് കോൺവിക്ട് ചെയ്യാൻ ഒക്കില്ല. സോളിസിറ്റിംഗ് ഇസ് എൻ ഒഫൻസ്. രണ്ടും തമ്മിൽ ഒരു ബ്രോത്തൽ നടക്കുന്നത് ഒഫൻസാണ്. അതായത് ഒരു വ്യഭിചാരത്തിന് വേണ്ടി ഒരു വീടൊക്കെ എടുത്ത് കുറെ സ്ത്രീകളെയൊക്കെ വെച്ച് അവിടെ ആ ബിസിനസ് പോലെ നടത്തുന്നത് ഒഫൻസാണ്. ടിൻറ്റിങ് ഒരു ഒഫൻസാണ്. ദല്ലാൽപ്പണി ഒരു ഒഫൻസാണ്. ട്രാഫിക്കിംഗ് ഓഫ് വിമൻ ഒഫൻസാണ്. സോളിസിറ്റിംഗ്, ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് നിന്ന് ആളുകളെ ഇത്ര രൂപ വരാമെന്നൊക്കെ പറഞ്ഞ് വിലപേശം അതൊക്കെ ഒഫൻസാണ്. പക്ഷെ വ്യഭിചാരം ഒഫൻസ് അല്ല. അത് ഇന്ത്യയിലെ ഒരു നിയമത്തിലും അത് ഒഫൻസ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ സുപ്രീം കോടതി പറഞ്ഞത്, ഒരു സ്ത്രീയും പുരുഷനും ഒരു മുറിയിൽ അവരുടെ സ്വകാര്യതയിൽ എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവരുടെ ബിസിനസ് അല്ല എന്ന് ലോ ഇന്റർപ്രറ്റ് ചെയ്താണ് സുപ്രീം കോടതി പറഞ്ഞത്. അതായത് സുപ്രീം കോടതി ഒരുപാട് പേര് വിമർശിച്ചത്. പക്ഷെ നമ്മുടെ രാജ്യത്തെ നിയമത്തിൽ ഇപ്പോൾ അത് ഒഫൻസ് അല്ല. അതുകൊണ്ട് വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു ഒഫൻസ് അല്ല. പിന്നെ ആ വ്യഭിചാരം ചെയ്യുന്നവളാണ് എന്ന് പറയുന്നത് 351(3) അട്രാക്ട് ചെയ്യുന്നതോ ക്രൈമാണ്. ഞാൻ പറഞ്ഞ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ. ആ കുട്ടി വ്യഭിചാരം ചെയ്യുന്നവളാണ്, അതിനുവേണ്ടിയാണ് ആ കുട്ടി ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ വീഡിയോ മുഴുവൻ കേട്ടില്ല, ഞാൻ ജസ്റ്റ് ആരോ അയച്ചിട്ട് കണ്ടപ്പോൾ തന്നെ ഞാനതങ്ങ് എനിക്കെന്തോ കേൾക്കാൻ തോന്നിയില്ല. അപ്പൊ അങ്ങനെ വാചകം ഉണ്ടെങ്കിൽ അത് 351(3) ക്ലിയർ ഒഫൻസ് അതിനകത്ത് വന്നുകഴിഞ്ഞു. ആരെങ്കിലും പോയാൽ അവര് റിമാൻഡ് ചെയ്യില്ല.
തീർച്ചയായിട്ടും സാർ, അത്തരത്തിലൊരു വേർഡ് അവരതിൽ പറയുന്നുണ്ട്. ഈ കുട്ടി ചെയ്യുന്ന ഫാഷൻ പ്രൊമോഷൻ അല്ല, വ്യഭിചാരമാണ് എന്നവരതിൽ പറയുന്നുണ്ട്. പറയുന്നുണ്ടെങ്കിൽ 351(3) വന്നു. ബാക്കി ഞാൻ പറഞ്ഞ ഒഫൻസുകളുടെ ഒക്കെ കൂടെ 351(3) വന്നു. ബാക്കിയുള്ള ഒഫൻസ് എല്ലാം സ്റ്റേഷൻ അവൈലബിൾ ആണ്. 7 വർഷവും അതിൽ താഴെയുള്ള ശിക്ഷയാണെങ്കിൽ 2 പേരുടെ ആൾ ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ടതാണ്. പക്ഷെ 351(3) വന്നാൽ കോടതിയിൽ റിമാൻഡ് ചെയ്യേണ്ടി. റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഈ സമാന രീതിയിലുള്ള ഇവരുടെ ബാക്കിയുള്ള കുറെ ഇത് വീഡിയോസ് കൂടെ കൊണ്ട് പോലീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടില്ല. കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ കഴിയേണ്ടി. ഓക്കെ സാർ, മനസ്സിലായി. തീർച്ചയായിട്ടും സാർ. അപ്പോ ഷെഫീന ബീബി ഇപ്പൊ മാപ്പ് പറച്ചിലുകളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിലും അമ്മയുടെ സ്നേഹത്തോടു കൂടിയാണ് പറഞ്ഞത് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വിശദീകരണ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് അതിന്റെ അത് ഞാൻ കണ്ടു. ആ വീഡിയോയിൽ, ആ റീലിൽ അവര് വളരെ മാന്യമായി സംസാരിച്ചു. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ശ്രീമതി ഷഫീന ബീവിക്ക് വളരെ മാന്യമായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു വേദിയാണ്. അവര് ഇത്തരം ഭാഷ്യങ്ങൾ അവര് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ അവരുടെ നേച്ചർ ആയിരിക്കാം, എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ യൂട്യൂബേഴ്സ് പലരും ഇത് ചെയ്യുന്നത് വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയാണ്. വ്യൂവർഷിപ്പ് കൂടുമ്പോൾ വരുമാനം കൂടും. ഇതൊരു ബിസിനസ്സാണ്. ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല യൂട്യൂബേഴ്സും എന്നെ കേസ് വരുമ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലരെയും സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവർക്കൊക്കെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അനാവശ്യമായി ക്രൈം കമ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അവരിത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ അത് നമ്മുടെ യൂട്യൂബേഴ്സിനെ മാത്രം കുറ്റം പറയില്ല ഞാൻ. നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ ചെയ്യുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരിത് പറഞ്ഞാലേ കേൾക്കാൻ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ പാവ യൂട്യൂബേഴ്സ് ഇത് ചെയ്യുന്നത്. അവർക്ക് വരുമാനം വേണം. ഷഫീന ബീബി ആ മാതൃവാത്സല്യത്തിൽ ചെയ്താൽ നമ്മള് ഒരു സംസ്കാരമുള്ള പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ആളുകളൊന്നും സ്വന്തം മകളെ വിളിച്ച് മാതൃവാത്സല്യത്തിൽ താക്കീത് ചെയ്യുമ്പോൾ പ്രൈവസിയിൽ പോലും ഇത്തരം ഭാഷകളൊന്നും ഉപയോഗിക്കില്ല. നമ്മൾ ആ കുട്ടി അങ്ങനെ ചെയ്താൽ പറയും അവളെ ഇത് പറ്റൂല, ഇത് സോഷ്യലി അക്സെപ്റ്റബിൾ അല്ല, എന്തായാലും എൻ്റെ മകളായ നീ ഇത് ചെയ്യുന്നത് മേലാൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ താക്കീത് ചെയ്യും. പിന്നീട് ആ കുട്ടിയെ ആ തെറ്റ് ആവർത്തിച്ചാൽ മാത്രമേ നമ്മൾ കുറെ കൂടെ കർക്കശ നിലപാടിൽ പോകുള്ളൂ. എന്തായാലും ഈ ഭാഷയൊന്നും ഒരു വീട്ടിലും സാധാരണക്കാരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഭാഷയല്ല. സാധാരണ മനുഷ്യരുടെ വീടുകളിലൊന്നും ഒരു മാതാവോ പിതാവോ ഇത്തരം ഭാഷയൊന്നും ഉപയോഗിക്കാറില്ല. മനസ്സിലായി സർ. താങ്ക് യു സർ. ഓക്കെ. ഓക്കെ സർ.